ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, മാനസികമായിട്ടുള്ള ഒരു ആത്മബന്ധം. അത് ഏതിനോടൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഇടപഴകുന്ന എല്ലാത്തിനോടും നമുക്ക് മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ടാവണം. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പോലും പറ്റുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ കാരണം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ ബന്ധങ്ങളോടാണ്, നമ്മുടെ സാഹചര്യങ്ങളോടാണ്, മറ്റ് പല കാര്യങ്ങളോടുമാണ് അല്ലേ. നമ്മുടെ അച്ഛനമ്മമാരോട് മാനസികമായ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വേണം. നമ്മുടെ പാർട്ട്ണറോട് നമുക്ക് മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. നമ്മുടെ മക്കളോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. നമ്മുടെ ജോലിയോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യത്തോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. നമ്മൾ താമസിക്കുന്ന വീടിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഒന്നിനെയും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണ്ടേ? ഒരു കാര്യം കൂടി പറയാം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചിന്തകളാണ് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അച്ഛനമ്മമാരെ സ്വാഭാവികമായിട്ടൊരു നോർമൽ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും പലപ്പോഴും കാണാറില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ചിന്തകൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലാണ് അല്ലേ. കുട്ടിക്കാലം മുതലേയുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട് അച്ഛനമ്മമാരെ കുറിച്ച്. അവർ നമ്മളെ വളർത്തിയ രീതിയുടെ ആ ഒരു അനുഭവം അവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ കുഞ്ഞുപ്രായത്തിലൊക്കെ ഒന്ന് താഴെ വീണ് കയ്യോ കാലോ പൊട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു ഇത്തിരി ചോര പൊടിയുമ്പോൾ നോവുന്ന ഒരു മനസ്സവർക്കുണ്ടായിരുന്നു എന്ന ഒരു തോന്നൽ നമുക്കുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ തളർച്ചകളിൽ, നമ്മുടെ വീഴ്ചകളിൽ ഒക്കെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോടൊപ്പം ഉണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇവിടെ വരെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ മണ്ണിൽ നമുക്കൊരു ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരവരാണ് എന്ന ആ ഉയർന്ന ചിന്തയുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്തകളാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് നയിക്കുന്നത്. അല്ലാതെ ഒരു നോർമൽ മൈൻഡുള്ള ഒരാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറവായിരിക്കും. പക്ഷേ നമുക്കുണ്ടാവേണ്ടത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. ആ ഉയർന്ന ചിന്തകൾ പലപ്പോഴും ജീവിതാനുഭവങ്ങളിലൂടെ ചില ആളുകൾക്ക് വരാറുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളൊന്ന് വീഴുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പെടയും അല്ലേ. വല്ലാതെ ഒരു മാനസികമായ അസ്വസ്ഥത നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതേ അനുഭവം ഒരു നാള് നമ്മുടെ അച്ഛനമ്മമാരും അനുഭവിച്ചിട്ടുണ്ട് എന്നൊരു ചിന്തയാണ് ഒരുപക്ഷെ ആ അറ്റാച്ച്മെൻറ്റ്, ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, വൈകാരികമായ ആത്മബന്ധം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ കാരണമാകുന്നത്. അതിന് ഉയർന്ന ചിന്തകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മുടെ പാർട്ട്ണറോട് ജീവിതത്തിൽ നമ്മുടെ മരണം വരെ നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ട ഒരാളാണ് അല്ലേ. തല്ലും വഴക്കും ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മരണം വരെ നമുക്ക് വേണ്ടി കൂട്ടിരിക്കുന്ന ഒരേ ഒരാൾ, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരേപോലെ പങ്കിടുന്ന ഒരാൾ, നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ, ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആരായിരിക്കും? ഒന്ന് നമ്മളായിരിക്കും, രണ്ടാമത്തെ വ്യക്തിയോ അത് നമ്മുടെ പാർട്ട്ണറാണ്. അതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് പോലും അത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിലൂടെ ജീവിതം കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് മനുഷ്യന് അല്ലേ. ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് അതിനുശേഷമുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും അച്ഛനമ്മമാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിനുള്ളിലുള്ള എല്ലാം തുറന്നു പറയുന്ന അനുഭവവും പലപ്പോഴും ആളുകൾക്ക് ഉണ്ടായെന്ന് വരില്ല. അച്ഛനമ്മമാരോട് പറയുന്നൊരു അനുഭവം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മുടെ തൊട്ടരികിൽ എല്ലായ്പ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ പാർട്ട്ണറാണ്. അതുകൊണ്ട് നമ്മളെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി തീർച്ചയായിട്ടും
നമ്മുടെ പാർട്ട്ണർ തന്നെയായിരിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ട ഒരാൾ. അപ്പോൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മനസ്സിൽ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുമ്പോഴല്ലേ ആ ദാമ്പത്യ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, അല്ലേ? അവരെ നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരിടത്തും നമുക്ക് ജീവിതം ആസ്വദിക്കുവാനോ സന്തോഷങ്ങളെ കണ്ടെത്തുവാനോ കഴിയില്ല. നമ്മുടെ മക്കളോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ലേ? കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് വീണാലോ ഒന്ന് മുറിഞ്ഞാലോ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതയിലേക്ക് പോകും, അല്ലേ? അപ്പോൾ അത് അവരോടുള്ള അറ്റാച്ച്മെന്റ് ആണ്. അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട് നമുക്ക്, അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് നമുക്ക്. നാളെ അവരുടെ വിജയങ്ങൾ കണ്ട് ഒന്ന് സന്തോഷിക്കുവാൻ കൊതിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ മക്കളോട് തന്നെ മറ്റ് പലതരത്തിലുള്ള ചിന്തകളിലൂടെ ഒരു വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നത്, അവരോടൊത്തുള്ള നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നത്. ആ അറ്റാച്ച്മെന്റ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ്. ഇനി നമ്മുടെ ജോലി, നമ്മൾ എന്ത് ജോലിയും ആയിക്കോട്ടെ, ആ ജോലിയോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ജോലി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അതിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റില്ല, അതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വരുമാന മാർഗമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അപ്പോൾ അത് ഏറ്റവും സത്യസന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി നമുക്കത് ചെയ്യാൻ കഴിയണം. അതിന് ആ ജോലിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. ഈ ജോലി ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ആ ജോലിയോടുള്ള അറ്റാച്ച്മെന്റ് കൂടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ചിന്തകൾ ഉയർന്നതായിരിക്കണം. ഉയർന്ന ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തെയും നിരീക്ഷിക്കുമ്പോൾ അതിനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും റെസ്പെക്ട് ചെയ്യാനും കഴിയും. ആ റെസ്പെക്റ്റും സ്നേഹവുമാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പല കാര്യങ്ങളിലും ബിൽഡ് ചെയ്യുന്നതിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിബന്ധങ്ങളോട് മാത്രമല്ല, ചില സാഹചര്യങ്ങളോടും മറ്റു ചില കാര്യങ്ങളോടും ഒക്കെ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഒരു കാറുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് ഞാൻ. വാഹനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളുമായിട്ടൊക്കെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു വാഹനം നിർബന്ധമായിട്ടും വേണമെന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരു 4 വീലർ വാങ്ങിച്ചു. അപ്പോൾ വലിയൊരു പൈസയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു യൂസ്ഡ് കാറാണ് വാങ്ങിച്ചത്. ഹുണ്ടായിയുടെ ഇയോൺ വാങ്ങിച്ചു. അപ്പൊ അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അതാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളിലും ഹോസ്പിറ്റൽ കാര്യങ്ങളിലും മറ്റിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു മാനസികമായ അറ്റാച്ച്മെന്റ് ഇങ്ങനെ മനസ്സിലിങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വാഹനങ്ങളോട് വല്ലാതൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാ ദിവസവും നല്ല തേച്ച് മിനുക്കി വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ലൊരു വൃത്തിയുള്ള ഒരു വണ്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ ഞാനിങ്ങനെ അതിനെ കൊണ്ടെടുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് ദൂരെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ, ഈ ഒരു വാഹനം എടുത്തിട്ട് പോകാൻ പറ്റുമോ ഒരു ടെൻഷൻ. കാരണം യൂസ്ഡ് ആണല്ലോ, എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. മുന്നേ വേറെ ഒരാളുടെ ഓടിച്ച വണ്ടിയാണ്. അപ്പോൾ പകുതിക്കാകുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ കരുതി എന്നാൽ പിന്നെ ഈ വണ്ടി ഒന്ന് മാറ്റിക്കളയാം, ഒരു പുതിയൊരു വാഹനം വാങ്ങിച്ച് കളയാമെന്ന് കരുതി നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം തോന്നിയ നിമിഷമാണ്. കാരണം ഈ വാഹനം കൊടുക്കാൻ തോന്നില്ല. കാരണം ഇതുമായിട്ടുള്ള മാനസികമായ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലൈഫിൽ ആദ്യമായി വാങ്ങിച്ച ഒരു കാറാണിത്, വാഹനമാണിത് എൻ്റെ ലൈഫിൽ. അതുപോലെ തന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, അത് എന്നെ ഹെൽപ്പ് ചെയ്ത പോലെ വേറെ ഒരു സുഹൃത്ത് പോലും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ സമയം കേട്ടോ, ആ സാഹചര്യം അങ്ങനെ ആയിരുന്നത് കൊണ്ടാവാം. അപ്പോൾ ഇതിന് കൊടുക്കാൻ മടി, പക്ഷെ വേറെ വഴിയില്ല. ഏതായാലും അത് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം 2 വണ്ടിയൊന്നും നമുക്ക് വീട്ടിലിങ്ങനെ വെക്കുക എന്ന് പറയുന്നത് അത്ര നടപ്പുള്ള കാര്യമല്ല. ഏതായാലും അതിനെ കൊടുത്തു. നമ്മൾ വേറെ ഒരു പുതിയ വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു, എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ വാങ്ങിച്ചതിന് ശേഷവും ഇതാ ഈ നിൽക്കുന്ന ഈ നിമിഷവും നമുക്ക് 2 പേർക്കും ആ വാഹനത്തോടുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ വഴിയിലൂടെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നോക്കും, കാരണം ആരെങ്കിലും ഇത് ഓടിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഈ വാഹനം ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്റ്റക്കായി. ഞാൻ സൈഡിൽ വണ്ടി അങ്ങ് നിർത്തി, അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും വണ്ടിയൊക്കെ പോയി.
അതറിയാതെ സംഭവിച്ചതാണ്. കാരണം അത്രയ്ക്കേറെ മാനസികമായ അറ്റാച്ച്മെന്റ് ആ വാഹനത്തോട് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് മാനസികമായ അറ്റാച്ച്മെന്റ് വ്യക്തിബന്ധങ്ങളോട് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും നമുക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ആത്മബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വീട്, നമ്മുടെ സ്വന്തം വീട്, ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ആത്മബന്ധം, മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ ആസ്വദിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ വീടിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വീടിനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം ആസ്വദിക്കപ്പെടുന്നത് ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാത്തു സൂക്ഷിക്കുന്ന വഴികളിലൂടെയാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരിടത്തും നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, അല്ലേ? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു ബന്ധങ്ങളിലും ഒരു സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെക്കുറിച്ചും ഉയർന്ന തലത്തിൽ നമുക്ക് ചിന്തിക്കുവാനും ആ ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്ന മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആത്മബന്ധത്തെ ചേർത്ത് പിടിക്കുവാനും അതിലൂടെ ജീവിതത്തെ കുറെ കൂടി കളർഫുള്ളാക്കാനും നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിലെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.